ആദ്യം ഷോക്കായിപ്പോയി. എല്ലാവരും പ്രൗഡായിട്ട് നിൽക്കുന്ന ഒരു മൊമെന്റില് ഞാൻ ഒട്ടും പ്രൗഡല്ല, ഐ എം നോട്ട് പ്രൗഡ് ഓഫ് മൈ കൺട്രി എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് നമസ്കാരം. अभी ना जाओ छोड़ के कि दिल अभी भरा नहीं. അപ്പൊ എന്തായാലും നമ്മുടെ റിയാസ് സലീം നമ്മൾ രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. റിയാസ് സലീമിന് ഒരു മുട്ടം പണി വരുന്നുണ്ട്, റിയാസ് സലീമിനെതിരെ കേസ് വരുന്നുണ്ട്, ഇടപെട്ടത് ആർമിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന്റെ പ്രൂഫ് കിട്ടിയിട്ടുണ്ട്. ആ കേസ് കൊടുത്ത ആള് തന്നെ നേരിട്ട് വന്നിട്ടുണ്ട്. അതിനെ കുറിച്ചുള്ളതാണ് ഈ ഒരു വീഡിയോ. അതിനു മുമ്പേ ഇന്ത്യയും പാകിസ്ഥാനെയും കുറിച്ച് പറയുകയാണ്. എന്തായാലും സീസ് ഫയർ, വെടിനിർത്തൽ പ്രഖ്യാപനം നടന്നു. പാകിസ്ഥാന്റെ സ്ഥിരം തെണ്ടിത്തനം വീണ്ടും കാണിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ കരാറ് വരുന്നു, അതിനുശേഷം അവൻ വീണ്ടും കയറി അടിക്കുന്നു, തിരിച്ചടിക്കുന്നു. എന്തായാലും അവന്റെ മൂന്നാർ എയർബേസിനൊക്കെ തകർത്തിട്ടുണ്ട്, തൃപ്തിയായിട്ടുണ്ട്. അപ്പൊ ഓക്കെ, എന്തായാലും 10:30 ശേഷം വീണ്ടും അടുത്തൊരു വെടിനിർത്തൽ വരെ വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് അവന്റെ ആ PO ഒക്കെ പിടിച്ചെടുക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം, എന്റെ പേഴ്സണൽ ആഗ്രഹം. ഞാൻ പറയാം, അതായിരുന്നു ഇവന്മാരെ വിടാൻ പാടില്ലായിരുന്നു, ഇവരെ അടിച്ച് തീർക്കണമായിരുന്നു എന്നാണ് എന്റെ ഒരു ആഗ്രഹം. കാരണം അല്ലെങ്കിൽ ഇവർ വീണ്ടും ചൊറിഞ്ഞുകൊണ്ട് വരും. പക്ഷെ ഇന്ത്യ പറഞ്ഞ മറ്റൊരു കേസുണ്ട്. മറ്റൊന്നുമല്ല, ഇനി ഒരു ഈ പറയുന്ന തീവ്രവാദി ആക്രമണം ഉണ്ടായാൽ അതൊരു യുദ്ധമായിട്ട് നമ്മൾ കാണും എന്ന് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇനി എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ആക്രമണം വന്നു കഴിഞ്ഞാൽ അതൊരു യുദ്ധമായി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞത്. അപ്പൊ ഓക്കെ, അപ്പോ നമ്മൾ രാവിലെ പറഞ്ഞ ആ ഒരു കേസ് ഞാൻ പറഞ്ഞായിരുന്നു, ഒരു സ്ത്രീ ഈ റിയാസിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇവർ ആദ്യം സൈബർ സെല്ലിൽ പോയിട്ട് എന്ത് ചെയ്തു, ആദ്യം ഒരു കേസ് കൊടുക്കുന്നു. അതിന്റെയൊക്കെ ഞാൻ ഡീറ്റെയിൽ വെക്കാം. ആ ഡീറ്റെയിൽ വേണമെങ്കിൽ ഇവന്റെ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം ID ഉൾപ്പെടെ വെച്ചുകൊണ്ട്, ID നമ്പർ എല്ലാം വെച്ചുകൊണ്ട് ഈ പറയുന്ന സൈബർ സെല്ലിൽ ഒരു കേസ് കൊടുക്കുന്നു. അതിനുശേഷം ഇവരെന്ത് ചെയ്തു, വേണ്ട, അത് അത്രയ്ക്ക് ഫോർവേഡ് ആവുന്നില്ല, അത്രയ്ക്ക് ബലപ്പെടുന്നില്ല എന്ന് കരുതി ഇവരൊരു ഇമെയിൽ ടു മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് അവർക്കൊരു ഇമെയിൽ അയക്കുന്നുണ്ട്. അതിനകത്ത് സബ്ജക്റ്റ് ഇങ്ങനെയാണ്: അർജന്റ് ആക്ഷൻ റിക്വസ്റ്റഡ് സൈബർ ടെററിസം കംപ്ലൈന്റ് അഗെയിൻസ്റ്റ് ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കംപ്ലൈന്റ് ID-യും പിന്നീട് ഡിയർ സാർ മേഡം, I am writing to formally request urgent attention and action regarding a cyber terrorism complaint എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഇവൻ പറഞ്ഞ അതിനകത്ത് ഇട്ട ആ കംപ്ലൈന്റിനെതിരെ, ഇതിനകത്ത് ഇവർ പറയുന്നത് മറ്റൊന്നുമല്ല, ഈ രാജ്യദ്രോഹം ചെയ്തു എന്നുള്ളത്. അതായത് നമ്മുടെ ഈ പറയുന്ന കേന്ദ്രം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫാൾസ് ആയിട്ടുള്ള ഈ പറയുന്ന യുദ്ധ സമയത്ത് ഈ രാജ്യത്തെ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഫാൾസ് ന്യൂസും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കവേ ഇവൻ എന്ത് ചെയ്തു, അവിടെ നിരപരാധികൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് തന്നെ ഐ ആം ഷെയിം ഓഫ് മൈ കൺട്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇട്ട ആ ഒരു സംഭവത്തിനെതിരെ ഇതൊരു തീവ്രവാദമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവര് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിനും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്റെ പൊന്ന് റിയാസ്, ആടെ ഈ പേരിട്ടുന്നത് കൊള്ളാടാ, നല്ല നിനക്ക് ചേർന്ന പേര് കേട്ടോ. മലവാണം എന്ന് പറയുന്നതിനെ കാട്ടി ചേരുന്ന പേര് ഇത് തന്നെയാണ് കേട്ടോ. മലവാണം എന്ന് പറയുന്നതിനെ കാട്ടി ചേരുന്ന പേര് ഈ പറയുന്ന റിയാസ് ഖാൻ എന്ന് തന്നെയാണ്. എന്തായാലും അതിന് ശേഷമൊക്കെ റിയാസ് ഖാൻ പലരെയും വിളിക്കുന്നു, കോംപ്രമൈസ് ചെയ്യുന്നു, കരഞ്ഞു വളരെ കൊണ്ടൊക്കെ വിളിപ്പിക്കുന്നു. അതൊക്കെ ഞാൻ ഇവിടെ പറയുന്നില്ല റിയാസ്, അതൊക്കെ നീയായി, നിന്റെ കാര്യമായി. അപ്പോ ഇതാണ് ഞാൻ ഇവിടെ കൊടുത്തേണ്ട സംഭവം. ആ പറയുന്ന നാച്ചുറൽ കംപ്ലൈന്റ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. നിങ്ങൾ അതെല്ലാം ഇരുന്ന് വായിച്ചു നോക്കൂ. ഇനി അതൊക്കെ പോയിട്ട് അവരുടെ ഒരു വോയിസ് വന്നിട്ടുണ്ട്. ഈ പറയുന്ന കംപ്ലൈന്റ് കൊടുത്ത അവരുടെ ഒരു വോയിസും കൂടി വന്നിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് പ്ലേ ചെയ്ത് കേട്ട് നോക്കാം. ഓക്കെ. ഞാൻ ആദ്യം ഷോക്കായിപ്പോയി. എല്ലാവരും പ്രൗഡായിട്ട് നിൽക്കുന്ന ഒരു മൊമെന്റില് ഞാൻ ഒട്ടും പ്രൗഡല്ല, ഐ എം നോട്ട് പ്രൗഡ് ഓഫ് മൈ കൺട്രി എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ്, അതായത് പാക് ചാനലുകളിൽ വന്നിട്ടുള്ള 10-15 പേര് മരിച്ചു, അതിൽ 2 കുട്ടികളുണ്ട്, ബാക്കിയെല്ലാം സിവിലിയൻസ് ആണ് എന്നുള്ള രീതിയിൽ ആദ്യത്തെ അറ്റാക്ക് നടന്ന സമയത്തുള്ള കാര്യം പറയുന്നു. അത് ടോട്ടലി അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ഒരു ചാനലിൽ ഒരു ന്യൂസ് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അതെങ്ങനെയാ വെരിഫൈഡ് ആവുക? അത് UN ആരും ഇവര് പ്രസ് മീറ്റ് ഒന്നും വെച്ച് ഞങ്ങളുടെ ആൾക്കാരാ മരിച്ചു പോയതെന്നൊന്നും പറഞ്ഞിട്ടില്ല.
എന്നിട്ട് അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശം ഉണ്ട്. അങ്ങനെ ഒരു ന്യൂസ് ഷെയർ ചെയ്തിട്ട് അതിന്റെ താഴെ ഞാൻ ഒട്ടും പ്രൗഡല്ല, മരിച്ചുപോയത് ആരൊക്കെയായിരുന്നു ആ സമയത്ത്, ഏറ്റവും വലിയ ധീരവാദിയായ നമ്മുടെ താജ് ഹോട്ടലിലെ അതിന്റെ എല്ലാത്തിന്റെയും പിന്നിലെ ഭീകരപ്രവർത്തകനായ അയാളുടെ കുടുംബത്തിലെ പത്തോളം ആൾക്കാരെ മരിച്ചത്. ഒരു ഭീകരവാദിന്റെ ഫാമിലി മെമ്പേഴ്സ് എന്താ പറയാ പുണ്യാളന്മാരായിരിക്കും, അവരും ടെററിസ്റ്റ് തന്നെയായിരിക്കും. അവര് മരിച്ചതിന് ഇവന് വലിയ സങ്കടം. അത് കണ്ടപ്പോ എനിക്ക് അങ്ങ് സഹിച്ചില്ല. പിന്നെ ഞാൻ പറഞ്ഞു നോക്കി അവനോട്, ഇങ്ങനെയല്ല അതിന്റെ യാഥാർത്ഥ്യം, ഇതല്ല അതിന്റെ സത്യം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നോക്കി. അപ്പോഴാണ് അവൻ ഒരു സ്റ്റോറി വീഡിയോ ആയിട്ട് ഇട്ടത്. എന്റെ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് പറയുകയാണ് ചെയ്തത്. ഫിൽറ്റർ ഇട്ടാൽ നിങ്ങൾക്കൊക്കെ ചൊറിയുമല്ലോ, അങ്ങനെയെല്ലാം ചോദിച്ചിട്ട് ഒരു സ്റ്റോറി ഇട്ടു. അതിനൊപ്പം പറഞ്ഞു എനിക്ക് എന്നെ ഇതൊന്നും ബാധിക്കുന്നതല്ല എന്നുള്ള രീതിയിൽ എന്തെല്ലാമൊക്കെയോ അവന്റേതായ രീതിയിൽ അങ്ങ് അവൻ പറഞ്ഞ് ഇതാക്കി. അത് കഴിഞ്ഞ് പിന്നെ അവന് കുറെ സൈബർ അറ്റാക്ക് വരാൻ തുടങ്ങിയപ്പോ അവൻ ലാസ്റ്റ് ഒരു സ്റ്റോറി ഇട്ടു. അത് അവൻ ഇട്ട ഒരു വിത്തിൻ സെക്കൻഡ്സ് ഓർ വിത്തിൻ മിനിറ്റ്സ് ആണത് നല്ലോണം ദേഷ്യം വന്നു. ഇതിന് ഇങ്ങനെയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഇരുന്നിട്ട് നമ്മുടെ നാടിനെ തന്നെ തരം താഴ്ത്തുന്ന രീതിയിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോ ബഹുമാനപ്പെട്ട മോദി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് രാജ്യദ്രോഹമാണെന്നുള്ളത്. അപ്പോ അത് കംപ്ലൈന്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പിന്നെ എന്താണ് അതിനുള്ള വഴികൾ നോക്കി. പിന്നെ ഞാൻ സൈബർ സെല്ലിലേക്ക് ആദ്യം കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. സൈബർ സെല്ലിൽ രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമില്ല, അത് കുറച്ച് ലേറ്റ് ആവുന്ന കണ്ടപ്പോൾ ഞാൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിലേക്ക് ഒരു ഇമെയിൽ അയച്ചു. ഈ കംപ്ലൈന്റ് ചെയ്ത അതിന്റെ കോപ്പി എല്ലാം വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഇമെയിൽ അയച്ചു. ഇപ്പൊ കേസ് മുന്നോട്ട് ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നോക്കാം, നമുക്ക് കുറച്ച് ടൈം എടുക്കും. എന്നാലും ഇങ്ങനെയുള്ളവരൊന്നും വെറുതെ വിടാൻ പാടില്ല. ഇവർക്ക് എന്ത് വേണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയാന്നുള്ള തോന്നലുള്ള ആൾക്കാരാണ്. ഇങ്ങനെയുള്ളവരൊന്നും വെറുതെ വിടാൻ പാടില്ല. കറക്റ്റ്. ഇങ്ങനെയുള്ളവന്മാരെയൊന്നും വെറുതെ വിടാൻ പാടില്ല. ഇതൊരു ഭീകരവാദമാണ്, ഇതൊരു രാജ്യദ്രോഹ കുറ്റമാണ്. 100% കറക്റ്റാണ്. മനസ്സിലായി? ഇവർ പറയുന്നത് വളരെ കൃത്യമാണ്. അതായത് ഒരു വെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് അല്ല. ഈ പാകിസ്ഥാൻ ചാനലിൽ വന്ന ഒരു ന്യൂസ്, പാകിസ്ഥാൻ ചാനലിൽ ഇത് തന്നെയുള്ള ഫേക്ക് ന്യൂസുകൾ അടിച്ചിറക്കുന്ന ന്യൂസിനെ എടുത്തു പിടിച്ചുകൊണ്ട്, ഏതോ ഒരു പാകിസ്ഥാനി ഇട്ട ആ ഒരു ന്യൂസിനെ എടുത്തു പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന ഒരു പ്രൂഫും ഇല്ലാതെ നമ്മൾ ഈ പറയുന്ന നിരപരാധികളെ കൊന്നു തള്ളുന്നു, ഇന്ത്യക്കാരെ കൊന്നു തള്ളുന്നു എന്നുള്ള വ്യാജ ന്യൂസ് നീ കൊടുത്തിട്ടുണ്ട്. എന്റെ പൊന്ന് റിയാസ് ഖാനെ, നീ പെടും, നീ ഉള്ളയിലാവും. ഇത് ചെറിയ കളിയല്ല. നീ ഈ പറയുമ്പോൾ അവിടെ ഇരുന്ന് ലിഫ്റ്റിക്കും ഈ പറയുന്ന കുറെ ചായയൊക്കെ എടുത്ത് പൂശി മറ്റേ ഹയോ ഹയോ കുറെ ഇംഗ്ലീഷ് പറയും പോലെ അല്ലടാ രാജ്യദ്രോഹി. ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ നമ്മളൊരു പൗരന് ഒരു രാജ്യത്തിലെ ഏറ്റവും വലിയ കുറ്റമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമാണ്. അത് നീ ചെയ്തിരിക്കുന്നു. നിനക്ക് ഇപ്പൊ നീ ഇരുന്ന് ഇങ്ങനെ തൂറുന്നുണ്ട്, നീ ഇങ്ങനെ പെടുത്തൊരു ഒലിക്കുന്നുണ്ട്. ഇപ്പൊ നീ ഇതിനെ കോംപ്രമൈസ് ചെയ്യുന്ന പലതരത്തിൽ പല അടവുകൾ നോക്കുന്നുണ്ട്, പലരെയും വിളിക്കുന്നുണ്ട്, കരഞ്ഞ് മെഴുകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ മെഴുകിയാലും നീ ചെയ്തത് നിന്റെ അഹങ്കാരത്തിനുള്ള പണി, അതിന് ദൈവം തന്ന ഒരു പ്രത്യുപകാരമായിട്ട് നീ കൂട്ടിയാൽ മതി. നിന്റെ അഹങ്കാരം ഇതോടെ തീരും. മനസ്സിലായോ? എവിടെയും എന്തും ചെന്ന് ഒരു 5 പൈസയുടെ വിവരമില്ലാതെ ഇട്ട് കോലിട്ട് കളിക്കുന്ന നിനക്ക് ഇതൊരു പാഠമായിരിക്കും. എന്തായാലും ഈ സ്ത്രീ ആരായാലും അവർക്ക് ഹാറ്റ്സ് ഓഫ്. ഇതുപോലെ തന്നെ ചെയ്യണം. നമ്മുടെ ഇന്ത്യക്കെതിരെ ഇതുപോലെ നാക്കെടുത്ത് വളയ്ക്കുന്നവനെ, ഇന്ത്യയെ തരം താഴ്ത്തുന്നവനെ, ഇന്ത്യയെ ഒറ്റിക്കൊടുക്കുന്നവനെ ഇതേ രീതിയിൽ അവനെ ജയിലിലടയ്ക്കണം. മനസ്സിലല്ലേ? ഇതുപോലുള്ള മലമാണങ്ങളെ എന്ത് ചെയ്യണം? ജയിലിലടയ്ക്കണം. ഇതുപോലുള്ള ആസുകളെ എന്ത് ചെയ്യണം? ചവിട്ടി പുറത്താക്കണം. മനസ്സിലായോ? ഞാനിത് ചെയ്യുമ്പോൾ ഞാൻ എന്തോ നന്മപരമാണ് എന്നുള്ള മറ്റേ പ്രോഗ്രസീവ് തിങ്കറാണ് എന്നാണല്ലോ അവൻ പറയുന്നത് എപ്പോഴും. പക്ഷെ നിനക്ക് ഒരു ആണിന്റെ ഒരു ബോഡി കാണും, ആരെങ്കിലും ഇങ്ങനെ മസിൽ പിടിപ്പിച്ചിരുന്ന അവന് കുരുപൊട്ടും. കണ്ടോ അവന്റെ മസിൽ കണ്ടോ, എന്തൊക്കെ തേങ്ങ വിളിച്ചു പറയും. ഇതത്രയേ ഉള്ളൂ റിയാസ് സലീം എന്ന് നിനക്ക്. എന്തായാലും നിനക്ക് എട്ടിന്റെ പണി കിട്ടിയിട്ട് എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ഞാൻ കൃതാജ്ഞനാണ്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.